സഹകരണ മേഖലയെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും തകർച്ച നേരിട്ട സഹകരണ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ചില സ്കീമുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇരട്ടിയാറിൽ സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉദ്ഘാടന സമ്മേളനത്തിൽ ഉടുമ്പൻചോല MLA MM മണി അധ്യക്ഷനായിരുന്നു. സഹകരണ മേഖല നാടിന്റെ നട്ടലാണെന്നും അതിന് കോട്ടം സംഭവിച്ച സാധാരണക്കാരായ കർഷകരെയും നാടിന്റെ വികസനത്തെയും ബാധിക്കുമെന്നും സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിനാണ് ഗവൺമെന്റ് പുതിയ സഹകരണ നിയമം നടപ്പിലാക്കിയതെന്നും അഭിലാഷണീയമല്ലാത്ത പ്രവർത്തനങ്ങൾ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് അവസാനിപ്പിക്കുവാൻ പുതിയ നിയമത്തിലൂടെ കഴിയുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഓടി വരാൻ വളരെ പെട്ടെന്നൊരു ലോൺ ലഭ്യമാക്കാൻ അറിയപ്പെടുന്ന ബോർഡ് മെമ്പർമാർ ഈ നാട്ടിലുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവരുടെ ഇടപെടലുകൊണ്ട് ഈ സ്ഥാപനം നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കൃത്യമായ തിരിച്ചടവും ഭയങ്കര സംരക്ഷണവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന ബോധ്യം എട്ടാറിലെ ജനങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിൽ കാണാൻ കഴിയുന്നത്. നീതി മെഡിക്കൽ സ്റ്റോർ യോഗത്തിൽ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ കേരള കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാറത്തിനാൽ ആദരിച്ചു. സംസ്ഥാന ദേശീയ കായിക മത്സരങ്ങളിലും സഹകരണ വാരാഘോഷത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടിയവർക്കും ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ മോൻസി ജേക്കബ് ക്യാഷ് അവാർഡുകൾ നൽകി. കേരളത്തിലെ മികച്ച ഹരിതകർമ്മസേനയെ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ആദരിച്ചു. സായന ശാഖയുടെ ആദ്യ നിക്ഷേപം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ ജോസ് കറിയ കണ്ണമുണ്ടയിൽ നിന്നും MLA MM മണി ഏറ്റുവാങ്ങി. യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് ജിൻസം വർക്കി പുളിയങ്കുന്നേൽ, ജോയി ജോർജ്, സാബു മണിമലക്കുന്നേൽ, ജയനമ്മ ബേബി, ജിഷ ഷാജി, ജോസുകുട്ടി അരിപ്പറമ്പിൽ, ഷാജി മടത്തുമുറി, സജി അയ്യനാങ്കുഴി, സണ്ണി കുഴിയംപ്ലാവിൽ, PB ഷാജി, റിൻസ് ചാക്കോ, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ജോസ് മാത്യു കാര്യമറ്റം, TK അപ്പുക്കുട്ടൻ, ടോമി വർക്കി, ജോയി പാർക്കടവിൽ, ഷാജി ശൗര്യാങ്കുഴി, കിരൺ തോമസ്, ബിന്ദു ജോസ്, വിമല ജോസ്, ജോസന ജോബിൻ, ബാങ്ക് സെക്രട്ടറി ഉല്ലാസ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.